രാവിലെ തന്നെ റെഡി ആയിട്ട് ഈ കയറി ഇരിക്കണത് വേറെ എങ്ങോട്ടല്ല ട്രിവാൻഡ്രം വരെ ഒന്ന് പോവാനായിരുന്നു കേട്ടോ. വണ്ടിയിലിരിക്കുന്ന ബോറടി മാറ്റാനായിട്ട് കുറുകുറെ മാംഗോ ഫ്രൂട്ട് ഒക്കെ മേടിച്ചിട്ട് അത് ഞം തിന്നോണ്ട് സൂചിച്ചിരുന്ന് പോവാട്ടാ ഞാൻ. പിന്നെ അങ്ങോട്ട് എനിക്ക് ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ലാട്ടാ, കാരണം നേരം നോക്കിട്ട് തലറങ്ങാന്നേ. സീറ്റും താഴ്ത്തിയിട്ട് ഞാനൊരു ഉറക്കം കൊണ്ട് ഉറങ്ങിട്ടാ. തിരിച്ച് കൊല്ലത്തെത്തിയപ്പോഴാട്ടാ ഞാൻ കണ്ണുറന്നിട്ടുണ്ടായത്. വരണ വഴിക്ക് ബ്രാൻഡ് ഫാക്ടറിയിൽ കൂടി കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ കുറെ ഓഫേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നോക്കാൻ വേണ്ടിട്ട് ചുമ്മാ ഒന്ന് കയറിയതാട്ടാ. സത്യം പറഞ്ഞാൽ എനിക്ക് നോക്കാൻ കയറിയതല്ല, വിനുവിനെ നോക്കാൻ കയറിയതായിരുന്നു. അതുകൊണ്ട് അവന്റെ പുറകെ നടക്കായിരുന്നു കേട്ടോ ഞാൻ. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ രണ്ടാം കുറ്റിയുള്ള അജന്ത ബാക്കറിലാണ് കയറിയിട്ടുണ്ടായേ. ഇവിടുത്തെ സ്നാക്സ് ഒരു രക്ഷയില്ലാത്ത സാധനട്ടോ. അത് കിട്ടിയ സന്തോഷ പ്രകടനമായിട്ട് എന്റെ മുഖത്തേക്ക് കാണുന്നത്. പിന്നെ വീട്ടിൽ വന്നിട്ട് അതും വയറ്റിലാക്കി കുറച്ചേരം റെസ്റ്റ് ഒക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേനും 5:30 സമയമായിട്ടുണ്ടായിരുന്നേ. പിന്നെ ഫ്രഷ് ആയി ഡ്രസ്സൊക്കെ മാറിയിട്ട് നേരെ പടത്തിന് പോയിട്ടാ. ഞാനും അമ്മയും വിനും ഞങ്ങൾ 3 പേരും കൂട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. 6:15 ഷോയ്ക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. ആട് 3 മൂവിയാണ് നമ്മൾ കാണാൻ വന്നിട്ടുണ്ടായേ. സിനിമ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ കുറെ ചിരിച്ചിട്ടുണ്ടായിട്ടാ. പക്ഷെ എവിടേക്കോ ലാഗ് ഉള്ളത് പോലെ എനിക്ക് ഫീൽ ചെയ്തത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ പറയാൻ മറക്കല്ലേട്ടാ. സിനിമ കഴിഞ്ഞിറങ്ങിയപ്പോ ഇർഷാദ് ഖാനെ വൈഫിനെ ഉണ്ണീനെ ഉമ്മാനെ എല്ലാരും കണ്ടിട്ടുണ്ടായേ. പിന്നെ അമ്മയും ഉമ്മയും എല്ലാരും കൂടിയിട്ട് ഒരു ഫാമിലി ചർച്ചയൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വീട്ടിലൊക്കെ വന്നതിന് ശേഷം നമ്മുടെ വീടിന്റെ തൊട്ട് ഫ്രണ്ടിലുള്ള ലക്കി കുട്ടന്റെ ബർത്ത്ഡേ ആയിരുന്നെന്ന്. കേക്ക് കട്ട് ചെയ്യാൻ ടൈം ആയപ്പോഴത്തേനും കരഞ്ഞ് അലമ്പുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അവൻ കുറച്ചേരം. പിന്നെ എങ്ങനെയൊക്കെയാണ് അവനെ പിടിച്ചു വെച്ച് കേക്ക് കട്ടയിപ്പിച്ചത്. പിന്നെ ഇവിടുത്തെ പിള്ളേർപ്പട എല്ലാം ഇവിടെ ഉണ്ടായിരുന്നേ. ആരെയും ഞാൻ സമാധാനമായിട്ട് കേക്ക് തിന്നാൻ സമ്മതിച്ചിട്ടില്ല കേട്ടോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ബൈ.